അല്ല ഇവരെ പോലത്തെ മണ്ണുള്ള ഓളം രക്ഷപ്പെട്ടു. കാരണം ഇങ്ങോട്ടേക്ക് തിരിയപ്പെട്ടത് തിരിയല്ല. ചിലവര് മറ്റേ ഞാൻ ഓടിക്കളഞ്ഞു, വേറൊന്നും കൊണ്ടല്ല. പ്രായമുള്ള കേസ് കൊടുക്കാത്തത് ഭയങ്കര കഷ്ടമായിപ്പോ. അത് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം മനസ്സിലായി, അലന്റെ വീട്ടിലേക്ക് നമുക്കൊന്നും ചെല്ലാൻ പറ്റില്ല. ചോദിക്കാനും പറയാണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ അമ്മൂമ്മ ചോദിക്കാനും പറയാണ്ടല്ല, മറ്റേ തെറി സഹിച്ചിരുന്നാ എടുക്കാൻ പറ്റും. കണ്ടിട്ട് തെറിയാണ് അമ്മമ്മയുടെ മെയിൻ സംഭവങ്ങള്. അതുകൊണ്ട് തന്നെ പറയണ തെറിയേക്കണം എന്റെ അമ്മോ. അതുകൊണ്ടാണ് ചില സമയത്ത് ഞാനാ തെറി പഠിച്ചു. വയസ്സായ ആളുകളല്ലേ ഇവന് തെറി അറിയാൻ പാടില്ല, പക്ഷെ അമ്മൂമ്മ പഠിച്ചു കൊടുത്തു. അത് തന്നെ ഇനി എന്തായാലും ഇപ്പൊ മറ്റേ കല്യാണ അത്യാവശ്യം തെറി പറയും. കല്യാണ പരസ്യം കൊടുത്തിട്ടുണ്ട് ഞായറാഴ്ച പേപ്പറിൽ. കല്യാണ പരസ്യം വരുന്നു. ഓ അടിപൊളി. അത് ഞായറാഴ്ച പേപ്പറിൽ കൊടുത്തായിരുന്നു. മലയാള മനോരമ. ഒരുപാട് പെൺപിള്ളേരെ കോള് പ്രതീക്ഷിച്ചിരിക്കണേ ഞായറാഴ്ച. ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച മുതൽ പെണ്ണ് കാണാൻ തുടങ്ങണേന്. അപ്പൊ പിന്നെ ഒരുപാട് ഫേക്ക് ആയിട്ട് ഓൺലൈൻ പെണ്ണ് കാണാനൊക്കെ വന്നിട്ട് ചതികൾ വന്നു. ഇത് മനോരമക്കാര് നമ്മൾ ഒരിക്കലും ചതിക്കൂല. കാരണം ഇവന്റെ കൂട്ടുകാരന്റെ കല്യാണം. അതെ അതെ, കല്യാണം കഴിഞ്ഞാണ്. അവര് മനോരമയിൽ പരസ്യം കൊടുത്തിട്ടാണ്. പക്ഷെ പെരേരയാണെന്ന് അറിയുമ്പോ പെണ്ണുങ്ങൾ അടുത്തേക്ക് വരുന്നത്. പെരേര എന്ന് പറയുമ്പോ പറയാം, പെരേര എന്ന് പറയുമ്പോ തന്നെ പെൺപിള്ളേർക്ക് സസ്പെൻസ് ആയി പോകും. ഇവനെ കൊണ്ട് ചെല്ലുമ്പോ ആ പെൺകൊച്ചി ലഡുവും ചായയായിട്ട് നിൽക്കുമ്പോ അവരുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീഴുന്ന സീനൊന്നും ആലോചിച്ച് നോക്കിയേ. ഇവനോ എന്നും പറഞ്ഞിട്ട് മനസ്സിലായ, അതാണ് സസ്പെൻസ് ആണ്. അത് പെരേര എന്ന് കൊടുക്കാത്ത അതുകൊണ്ടാണ് മലയാള മനോരമയിൽ ഞങ്ങൾ ഒരു തിങ്കളാഴ്ച അല്ല എപ്പോഴും സസ്പെൻസ് പൊളിക്കരുത്. എനിക്ക് അത്ര മീഡിയക്കാരോട് പറയാം. ഓക്കെ ഒരു ഉദ്ഘാടനം ആയതുകൊണ്ടാണ് കുറെ കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്നു. പിന്നെ മുടി കൊഴിച്ചിലുണ്ട്, അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് അത് രേഖാചിത്രത്തിലാണ്. നെസ്ലിനോടാണ് കാര്യം. പ്രേമലൂരിലാണ് ഈ നെസ്ലിൻ പിടിച്ചെന്നെ അടുത്തിരുത്തിയായിരുന്നു. അത് നസ്ലിനോട് ഏറ്റവും കൂടുതൽ എനിക്കൊരു സിനിമാക്കാരോട് കൂടുതൽ നന്ദിയുള്ളത് ഒരാളോട് മാത്രമല്ല, നസ്ലിനോട് മാത്രമല്ല. ഇത്ര ജൂനിയർ ചെന്നിട്ട് കൂടെ പിടിച്ചിരുത്തിയത് നസ്ലിൻ മാത്രമേ ഉള്ളൂ. അത് മേടിച്ചോട്ടെ, അത് എത്ര വേണമെങ്കിലും മേടിച്ചോട്ടെ, നമ്മൾ അറിയേണ്ടതല്ല. പക്ഷെ കൂടെ ഇരുത്താൻ കാണിച്ചൊരു ജൂനിയർ ആർട്ടിസ്റ്റായ എന്നാ കൂടെ ഇരുത്താൻ കാണിച്ച കൂടെ ഇരുത്താൻ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റായ എന്നെ പിടിച്ച് നസ്ലിൻ എന്നെ കൂടെ ഇരുത്തിയത് പ്രേമലൂര്. എനിക്ക് ഭയങ്കര ഞാൻ ശരിക്കും കണ്ണീരോടെയാണ് അവിടെ ഇരുന്നത്. ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും പ്രേമലൂര് കൈയടിക്കാനായിട്ട്. നസ്ലിൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആ പടത്തിൽ എനിക്ക് പറയാനുള്ളതേ, തന്നെ തളർത്താനും തന്നെ നിരാശപ്പെടുത്താനൊക്കെ ഒരുപാട് പേരുണ്ടാവും. കാരണം മറ്റേ എനിക്ക് കേസ് ഒന്നുമില്ലാത്തതുകൊണ്ട്. കാരണം നമ്മള് ഈ നടിമാരെ കാണുമ്പോൾ നമ്മളൊരു പെങ്ങളെ പോലെ കാണുന്നത്. കാരണം എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിനക്ക് അമ്മയും നിങ്ങളെ തിരിച്ചറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാം. ഇഷ്ടം പോലെ ഇവനോട് എന്തിനാ ചോദിക്കുന്നത്? അത് ഇവര് കൈ കൊടുക്കാൻ ഞാൻ ഇവരോട് എപ്പോഴും പറയും, കൈ കൊടുക്കല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോ കൈ കൊടുക്കല്ലേ. മറ്റേ ഒരുപാട് പേര് നമ്മള് മറ്റേ നടിമാരെ കാണുമ്പോൾ നിനക്ക് കാമത്തോടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല. കാരണം നടിമാരെ കാണുമ്പോൾ എൻ്റെ വീട്ടിലൊരു അനിയത്തിയെ പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം നടിമാരെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. കൈ കൊടുക്കൂല, അതും കൂടി പറ. നടിമാർക്ക് ഇനി കൈ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാളെ ഇങ്ങോട്ട് അടുത്തൊന്ന് ക്ഷയിക്കാൻ പറഞ്ഞ വേണ്ടെന്ന് പറയില്ല. ഇങ്ങോട്ടൊരു പെണ്ണൊന്നും കൈമാണിക്ക് അത് ഒരുപാട് നടിമാർക്ക് കൈ കൊടുക്കുന്നുണ്ട്. ആ കൈ വടി തല്ലി ഒടിച്ചു എന്ന് പറഞ്ഞ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറയുന്നത്. പെങ്ങന്മാരൊന്നും അല്ലല്ലോ കൈ കൊടുക്കുന്നത്. നമുക്കൊരു ആരാധന കൊണ്ട് പെങ്ങന്മാരുള്ളവരായിരിക്കും പറയുന്നത്. നമ്മളൊരു പെങ്ങളെ പോലെ കാണുന്നതുകൊണ്ടാണ് കൈ കൊടുക്കുന്നത്. അല്ലാതെ അവരുടെ ഒരു ഫെയിം ആരാധന മാത്രമല്ല. നമ്മളൊരു അല്ലെങ്കിൽ പോയി കെട്ടിപ്പിടിച്ചാൽ പോരെ. കെട്ടിപ്പിടിച്ചാ പിന്നെ നീ ഒരു പ്രാവശ്യം കെട്ടിപ്പിടിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് ഞാൻ അറിയുന്ന ആൾക്കാർ പരസ്പരം കെട്ടിപ്പിടിക്കാൻ. അടിമാരെ കെട്ടിപ്പിടിക്കാൻ നിൽക്കേണ്ട, കൈ കൊടുക്കാൻ നിൽക്കേണ്ട, ഒരു സെൽഫി എടുത്തിട്ട് പോരുക. അത് ഞാൻ പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിക്കാറില്ല, അവർ ക്ഷയിക്കാൻ. അതും വേണ്ട. ഇപ്പൊ അതും ഇഷ്ടമല്ല നടിമാർ. ഞാൻ ഫിലിം ഫീൽഡിലുള്ള അവർക്ക് ഇഷ്ടപ്പെടില്ല.